അടുത്ത് നോക്കൂ, അൽ മദ്ദുൽ ബദൽ. മദ്ദുൽ ബദൽ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ അത് നൽകുന്നുണ്ട്. ഒന്ന്, ഒരു പദത്തിന്റെ ആരംഭത്തിൽ രണ്ട് അലിഫ് വന്നു കഴിഞ്ഞാൽ, നോക്കൂ, രണ്ട് ഹംസ, ഒരു പദത്തിന്റെ ആരംഭത്തിൽ രണ്ട് ഹംസ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹംസയെ അലിഫാക്കി മാറ്റണം എന്നാണ്. ഉദാഹരണം, ആദം എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ, ആദം എന്നെഴുതുമ്പോൾ ഇതിന്റെ ഒറിജിനൽ അസ്ലി അദം എന്നാകുന്നു. അദം എന്നാകുന്നു ഇതിന്റെ അസ്ലി. ഇങ്ങനെ വന്നാൽ ഒരു പദത്തിന്റെ ആരംഭത്തിൽ രണ്ട് ഹംസ വന്നിരിക്കുന്നു. രണ്ട് ഹംസ വന്നാൽ രണ്ടാമത്തെ ഹംസയെ അലിഫാക്കി മാറ്റുക. ഈ അലിഫ് എന്ന് പറഞ്ഞ സാധനം എന്തിനാ? ഫതഹിനെ നീട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ ഇതിനെ അലിഫാക്കി മാറ്റി കഴിഞ്ഞാൽ ആദം. ആമന എന്നുള്ളത് അതിന് അസ്ലി അമൻ എന്നാണ്. അതിനെ ബദലാക്കി കഴിഞ്ഞാൽ ആമന. ഇവിടെ നോക്കൂ, ആദമായി മാറിയത് അങ്ങനെയാണ്. ഇനി ഇതിനെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. മദ്ദക്ഷരത്തിന്റെ ആരംഭത്തിൽ ഹംസ ഒരേ പദത്തിൽ വന്നാൽ, മദ്ദക്ഷരത്തിന്റെ ആരംഭത്തിൽ ഹംസ ഒരേ പദത്തിൽ വന്നാൽ അതിനെ രണ്ട് മാത്രം നീട്ടി ഉച്ചരിക്കണമെന്നാണ്. വന്നിടും കലിമാത്തിൽ അവ്വലിൽ ഹംസതൈനി, മാറ്റിടും ഹംസത്തു സാനിയാലിഫായൈനി, നീട്ടിടും മിഖ്ദാറു തൂലിഹി ഹർകതൈനി, ആമന ഈമാൻ ബദലീനു മാസാലൈനി. വന്നിടും കലിമാത്തിന്റെ അവ്വലിൽ ഹംസതൈനി, മാറ്റിടും ഹംസത്തു സാനിയാലിഫായൈനി, നീട്ടിടും മിഖ്ദാറു തൂലിഹി ഹർകതൈനി, ആമന ഈമാനൻ ബദലീനു മാസാലൈനി. അപ്പോൾ ഒരു പദത്തിന്റെ ആരംഭത്തിൽ, അതായത് ഒരു മദ്ദക്ഷരത്തിന്റെ മുമ്പിൽ ഹംസ ഒരേ പദത്തിൽ വന്നാൽ രണ്ട് മാത്രം നീട്ടി ഉച്ചരിക്കണം എന്ന് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തൊരു വ്യാഖ്യാനമുള്ളത്, ഒരു പദത്തിന്റെ ആരംഭത്തിൽ രണ്ട് ഹംസ വന്നാൽ രണ്ടാമത്തെ ഹംസയെ അലിഫാക്കി മാറ്റി രണ്ട് മാത്രം നീട്ടി ഉച്ചരിക്കണമെന്നാണ്. ഇതാണ് മദ്ദുൽ ബദൽ. ഇതും രണ്ട് മാത്രം. അപ്പോൾ മദ്ദുൽ അസ്ലി, മദ്ദുൽ ഇവം, മദ്ദുൽ ബദൽ ഇതെല്ലാം രണ്ട് മാത്രയുടെ ഹുക്കുമിൽപ്പെട്ടതാകുന്നു. അടുത്ത നോക്കൂ, അദ്ദാഇറത്തുൽ ഖായിമത്തുൽ മുസ്തതീല. വലിയ വലിയ പേരുകളാണെങ്കിലും സംഗതി വളരെ ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ് അതെല്ലാം ഉള്ളത്. ശ്രദ്ധിക്കുക. അദ്ദാഇറത്തുൽ ഖായിമത്തുൽ മുസ്തതീല, അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തനെ നിൽക്കുന്ന പൂജ്യം എന്നതിന്റെ അർത്ഥം. അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തനെ നിൽക്കുന്ന പൂജ്യം നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇത് വിവരിച്ചതാണ്. ഇങ്ങനെ അടയാളം കണ്ടു കഴിഞ്ഞാൽ വഖഫിൽ രണ്ട് മാത്രം നീട്ടി ഉച്ചരിക്കേണ്ടതാകുന്നു. വഖഫിൽ രണ്ട് മാത്രം നീട്ടി ഉച്ചരിക്കേണ്ടതാകുന്നു. എന്നാൽ ചേർത്ത് ഓതുമ്പോൾ ഈ അലിഫിനെ ഉച്ചരിക്കാൻ പാടില്ല. ഇവിടെ ഇത് പറയാൻ കാരണം, രണ്ട് മാത്രം നീട്ടേണ്ടുന്ന മദ്ദുകളെ സംബന്ധിച്ച് വിവരിച്ചപ്പോൾ അതിന്റെ കൂടെ ഒന്ന് ഉണർത്തി എന്ന് മാത്രം. ഈ അലിഫിന് അൽ അലിഫാത്തു സബ്അ എന്ന് ഒരു പേരുണ്ട്. ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ ഈ അലിഫിനെ കാണാൻ സാധിക്കും. അലിഫിന്റെ മുകളിൽ കുത്തനെ നിൽക്കുന്ന പൂജ്യം ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ. ഈ 7 സ്ഥലങ്ങളെ സംബന്ധിച്ച് സൂറത്ത് ദഹറിലും സൂറത്തുൽ അഹ്സാബിലും സൂറത്ത് ത്വാഹയിലും സൂറത്തുൽ കഹ്ഫിലും ഈ അടയാളങ്ങളെ കാണാൻ സാധിക്കും.